Changstock. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വിജയന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവിയിലെ തേർഡ് സിംഗിൾ ആണ് സ്പാർക്ക് എന്നാണ് പേര്. നമുക്കറിയാം obviously ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സോങ് ഓക്കെ കുഴപ്പമില്ല, ആ ഒരു ലെവലായിരുന്നു. പിന്നെ പക്ഷെ അപ്പൊ ഈ മൂന്നാമത്തെ സോങ് ഐ ഫീൽ ഇതിന്റെ തമ്മയിലുള്ളത് ആരാണ്? വിജയണ്ണനും മീനാക്ഷി ചൗധരിയാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് അറിയില്ല. കാരണം മീനാക്ഷി ചൗധരി അധിക സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജ പ്ലസ് വൃഷ രണ്ട് സിംഗേഴ്സ് ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കണ്ടുവെക്കാം. വെങ്കട് പ്രഭു പടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ഫീൽ ആ ഒരു യങ് വിജയണ്ണനായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നല്ല കാണാം, നേരെ തുറക്കാം. റെഡി? ഇന്നലെയാണല്ലേ പ്രൊമോ വന്നത്? നാളെ മിസ്സായി. அவ கண்ணால பார்த்தா ஒரு ஸ்பார்க்கு, என் முன்னால நடந்தா கேட் வாக்கு. Hey swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. கையால போட்ட ஒரு பிரேக், அட உன்னால அன்ன படுவீக்கு. ஐயோ மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. இது காதல் வேலை, தினமும் நடத்திக்கணும் வேலை, கிடைச்சா வல்லமா உரசிக்கணும். ஏதேதோ ஆயாச்சு, என்னன்னு கண்டுபிடிக்க நாளாச்சு. என்னோட பூமே நீ தூளாச்சு, எப்போதும் எங்கேயோ ஃபீல் ஆச்சு. உள்ளூர ஏதேதோ ஜிவ்வாச்சுது, நீ உச்சி கொட்டும் மிச்சமெல்லாம் ஜவ்வாச்சுது. கீழே மறந்தேதான் போச்சே. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. அவ கண்ணால பார்த்தா ஒரு ஸ்பார்க்கு, என் முன்னால நடந்தா கேட்வாக்கு. நீ கையால போட்ட ஒரு பிரேக், அட உன்னால அன்ன படுவீக்கு. ஐயோ மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. Swing it, hey break it, hey feel it, hey touch it, hey swing it, hey break it, hey feel it, touch it. എവിടെയായിരിക്കും ഡാൻസ്? ശരിയാ. വേറെ സ്റ്റൈലാണ്. മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് അല്ലെ, നല്ല രസത്തിൽ കൊടുക്കും. അതാണ് ആക്ച്വലി ലൈക്ക്
ഇതുപോലെ വിജയണ്ണന് സോങ് ആയിട്ട് തോന്നുന്നില്ല. അതാണ് ഏറ്റവും സംഭവം. അതായത് ബിക്കോസ് വിജയണ്ണൻ ഈവൻ ഹി ഹിംസെൽഫ് ഇസ് പ്രസന്റഡ് ഇൻ ദിസ് സോങ്, പക്ഷെ വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് ഇസ് വിജയണ്ണൻ. വേറൊരു ലുക്ക്, ഒരു MGR വൈബ് ഒക്കെ മീശയൊക്കെ, മറ്റേ മീശല്ലേ, പണ്ടത്തെ മറ്റേ പഴുതാര മീശയില്ലേ, ആ ഒരു മീശയും പിന്നെ ബുൾഗാൻ ടൈപ്പിന്റെ ഒരു വേറൊരു വേർഷൻ താടിയൊക്കെ വന്നപ്പോ ആക്ച്വലി വിജയണ്ണൻ വരുന്ന സമയത്ത് ബിക്കോസ് ഈ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ലുക്കാണ് പല മൂവീസിൽ ഉണ്ടാവാറ്. ദോ ഈവൻ വി വുഡ് ബി സീ ഹിം ഇൻ ദാറ്റ് ലുക്ക് ഇൻ 100 മൂവീസ് ഓൾസോ, ലൈക്ക് വി ആർ ഹാപ്പി. പക്ഷെ ഇതിലെന്ന് പറയുന്നത് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വിജയണ്ണനാണോ എന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നോക്കിയിട്ട് പിന്നീട് സ്റ്റെപ്പ് വരുമ്പോ ഇത് വിജയണ്ണൻ തന്നെ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പാസ്റ്റ്, അപ്പൊ അതുകൊണ്ട് ഇനി പാസ്റ്റ് ക്യാരക്ടർ ആണോ കാണിച്ചിരിക്കുന്നത്? പാസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ മകൻ ക്യാരക്ടർ ആവും, എന്തോ അച്ഛന്റെ തന്നെ ചെറുപ്പാണെന്ന് അറിയില്ല. അതാണ് അച്ഛന്റെ ചെറുപ്പകാലത്തില് ഒരു ഇമാജിനേഷൻ. അച്ഛന്റെ മകൻ ഉണ്ടെന്ന് ഓൾറെഡി കൺഫേം ആണല്ലോ, അന്ന് അതും ഡൗട്ടാണ് എന്താന്നുള്ളത്. അതാണ് ഒരു പാസ്റ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടെന്ന് പറയാം, ഈ പാട്ട് എന്ന് പറയുന്നത് യുവൻ ശങ്കർ രാജ പാട്ട് എന്നിട്ട് നമ്മൾ കേൾക്കില്ലേ, അപ്പൊ അതൊരു വേറെ സോങ് ആണ്. ഭയങ്കര ഫീൽ, എല്ലാ സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രസത്തിലുണ്ടായിരുന്നു. കാരണം രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആ ഒരു അല്ലെ, ആ ഒരു ബീറ്റിനനുസരിച്ച് നല്ല രസത്തിൽ. പക്ഷെ വിജയണ്ണന്റെ സോങ് ആണെന്ന് തോന്നാത്തൊരു സംഭവമാണുള്ളത്. അതാണ് വിജയണ്ണന്റെ സോങ് ആണ്. നമുക്ക് ഇത് പാട്ട് ഇനിയിപ്പോ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് മനസ്സിൽ തോന്നുമായിരിക്കും. ബിക്കോസ് വിസിൽ പോഡു സോങ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇറ്റ്സ് പക്കാ വിജയണ്ണന്റെ സോങ് ആണ്. കഴിഞ്ഞ സോങ് അതെ സോങ്, ബട്ട് ദിസ് ഈസ് സംതിങ്, ഒരു ഡിഫറെന്റ് വൈബ് തരുന്നൊരു. ചിലപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത് വെങ്കട് പ്രഭു ഉദ്ദേശിക്കുന്നത് സ്ഥിരം വിജയണ്ണൻ വേണ്ട, ഒരു ഫോർമാറ്റ് മാറ്റം, ഒരു മാറ്റം ഭയങ്കരമായിട്ടുണ്ട് ഇതിന്റെ അകത്ത് അല്ലെ, അങ്ങനെ തോന്നുന്നില്ല. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം. ആൻഡ് സ്ക്രീൻ ഷെയറിംഗ് വിത്ത് മീനാക്ഷി ചൗധരി, ദാറ്റ് വി ഹാവ് ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ ഇറ്റ്സെൽഫ്. എങ്ങനെയായിരിക്കും? കാരണം ഇത്ര കണ്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് വെച്ച് നമുക്കൊന്നും പറയാനും പറ്റില്ല, അത്രയധികം കാണിച്ചിട്ടില്ലല്ലോ. അതാണ് ലൈക്ക് വൈ ഷീ കാസ്റ്റഡ് ഇൻ ദിസ് മൂവി. അത് ഒബിയസ്ലി നമുക്കത് കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് സ്ക്രീൻ പ്രസൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ഇംപ്രസീവ് കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിജയണ്ണന്റെ കൂടെ. ബിക്കോസ് അവരെ കെമിസ്ട്രി ഒക്കെ ലുക്ക് വൈസ് എവറിത്തിങ് ഈസ് മാച്ചിങ്. പക്ഷെ ആസ് എൻ ഓഡിയൻസിന് നമ്മൾക്ക് എന്താ പറയാ, കാണുന്ന സമയത്ത് ഒരു വിഷ്വലി നമുക്ക് അത്ര ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ, അത് നോ തന്നെയാണ് പറയാൻ പറ്റുക. പക്ഷെ we have to watch it in theater. ഈ പാട്ട് കേൾക്കുമ്പോ പെട്ടെന്ന് ആരെ പോലെയൊക്കെ തോന്നുന്നു, ഒരു പ്രദീപ് രംഗനാഥന്റെ പടം, ആരുടെ SKയുടെ പാട്ടൊക്കെ പോലെ. പ്രദീപ് രംഗനാഥന്റെ വൈബാണ് അടിക്കുന്നത് കൂടുതൽ. യുവൻ ശങ്കർ രാജ അതായിരിക്കാം. പ്രദീപ് രംഗനാഥന്റെ ഏകദേശം ആ ഒരു ലവ് ടുഡേയുടെ ഒക്കെ ഒരു വൈബിൽ നിന്ന് ഇറങ്ങി വന്ന അങ്ങനെ ഒരു ഇതാണ്. പിന്നെ യുവൻ ശങ്കർ രാജ വോയിസ് എത്ര പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല വിജയാണ്. നമ്മൾ അദ്ദേഹത്തിന് കേൾക്കുന്ന വോയിസ് ഒക്കെ വേറെയല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും everything is very new feel. And വെങ്കട് പ്രഭു ഫ്രെയിമിൽ ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് അതും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എന്തായാലും പക്ഷെ മറ്റേ അന്നിറക്കിയ ആ ഒരു സാധനം ഉണ്ടല്ലോ ഗ്ലിംസ്, അത് ഗംഭീരായിരുന്നു. അന്നിറക്കിയത് ഒരു കുഞ്ഞു സാധനം ഇറക്കില്ലേ, ബർത്ത്ഡേ ഷോട്ട് എന്ന് പറഞ്ഞു, അത് ഇച്ചിരി കാണിച്ചില്ലെങ്കിൽ അത് രസം ഉണ്ടായിരുന്നു. അപ്പം അതും ഇതും തമ്മിൽ മാച്ചിങ് കുറവുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. സോ ഷെയർ യുവർ ഒപ്പീനിയൻ. കാരണം നമ്മൾക്ക് ഇതാണ് ഒപ്പീനിയൻ. സോങ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോങ് അടിപൊളി, ഒരു രക്ഷയില്ല. ആ ഒരു നമ്മുടെ ആ ഒരു ഫ്ലൂട്ടിന്റെ ഏരിയയിലൊക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു ഡാൻസിനുള്ള സാധനം കൊടുത്തു. We are getting, after watching we are getting, this is Yuvan Shankar Raja musical ആ ഒരു സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് വിജയണ്ണൻ വരുന്നത് അത് നമുക്ക് we have to watch I think multiple times to admit it. ഇത് വിജയണ്ണന്റെ പാട്ടാണെന്ന് മനസ്സിൽ പതിപ്പിക്കണം. അതാണ് സംഭവം. അതാണ്. അപ്പൊ അതുകൊണ്ട് we are waiting for further updates from this movie. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.